ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിവി ക്രിയേറ്റീവ്സ്. അപ്പം നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ്. മസാല പീനട്ട്, മസാല കപ്പലണ്ടി, മസാല കടല എന്നൊക്കെ പറയുന്ന ആ ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ വറുത്ത കുറച്ച് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കടലമാവാണ്. ഇത് കുറച്ച് റവയാണ്, നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം. ഇത് കായം, ഇത് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളം. ഇത്രയാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കടല ഒരു പാത്രത്തിലേക്ക് ഇടാം. വറുത്ത കടലയാണ്, വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കടലയാണ്. നമുക്ക് അതിനകത്തേക്ക് വേണ്ട കടലപ്പൊടി ഇടാം. കായം, മുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം കേട്ടോ. പിന്നെ റവയാണ്, വേണമെങ്കിൽ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ദാ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. എല്ലാത്തിലും മസാല പിടിക്കണം. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കി എരിവൊക്കെ കണക്കാന്ന് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. പരമാവധി ഓരോന്നായിട്ട് ഇടാൻ നോക്കാം. ഓരോന്നായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൂടെ ആയി പോവും, അത്രേ ഉള്ളൂ. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. ഹൈയും അല്ല ലോവും അല്ല. ഇത് നമുക്കധികം ഫ്രൈ ആവാനൊന്നുമില്ലല്ലോ. അപ്പം നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മസാലക്കടല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലക്കടല എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? അപ്പം ഞാനിതിലൊന്ന് കഴിച്ച് കാണിച്ചു തരാം. ഇത് വീട്ടിലുണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാട്ട് മസാലയും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ മസാലക്കടലയാവും. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരോടും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ പറയാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.